1 2 3 4 5 6. ദിനേട്ടാ, ഒരു 3000 രൂപ ഞാൻ എടുക്കുന്നുണ്ടേ. ആ എടുത്തോ. അല്ല, എന്തിനാ പൈസ? എന്റെ ഇന്റർവ്യൂ വീടിന്റെ അടുത്ത് വെച്ചാണല്ലോ. അപ്പൊ പിന്നെ അമ്മേനെ കാണുമ്പോഴേ ഒരു 2000 രൂപ അമ്മേന്റെ കയ്യിൽ വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മോശ. പിന്നെ 1000 രൂപ എന്റെ ചെലവിന്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, കുറെ എണ്ണം ട്രീറ്റ് ചോദിക്കും, ജ്യൂസ് എല്ലാം കുടിക്കും. പിന്നെ നമ്മളോട് പറയും പൈസ കൊടുക്കാൻ. അതാണ് ആൾക്കാര്. ഒരു 1500 രൂപ ദിനവേണ്ട ആവശ്യത്തിന് വേണ്ടി ഇതിൽ വെക്കുന്നുണ്ടേ. അതിനിപ്പോ എന്താ, നിനക്ക് വേണ്ട എടുത്തോ, എന്നിട്ടേ ബാക്കി എന്താ വെച്ചാൽ വെച്ചാ മതി. പിന്നെ ഇന്നലെ ഒരു 5000 രൂപ ദിനവേണ്ട അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ. അത് ഞാൻ കുറുക്കി വെച്ചതായിരുന്നു. നീ അതൊന്നും പൈസ എടുത്തു അല്ലേ? കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യാം. അതെനിക്കറിയാം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്യുന്ന. ഇപ്രാവശ്യം എനിക്ക് കുറച്ച് കൂടുതൽ ചെലവുണ്ട്. കുറെ ഇന്റർവ്യൂസും എക്സാംസും ഒക്കെ ഉള്ളതല്ലേ. കുറച്ച് ഡ്രസ്സ് എടുക്കണം, കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ ചെറിയൊരു പോക്കറ്റ് മണി എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. ഇപ്പൊ നിന്റെ കയ്യിൽ മാത്രമേ പോക്കറ്റ് മണി ഉള്ളൂ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ നിന്നോട് ചോദിക്കണം. അതപ്പോ അവസ്ഥ. അത് സാരില്ല, എല്ലാ ഭാര്യമാരും അങ്ങനെയൊക്കെ തന്നെയാണേ. എന്തു പറ്റി? ഭയങ്കര ആലോചനയാണല്ലോ കുറച്ച് ദിവസമായിട്ട്. ഓഫീസിൽ നിന്ന് വന്ന പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയതല്ലേ. ചായ അവിടെ തന്നെ ഉണ്ട്, തണുത്തുപോയി. അതല്ലടോ, ഞാൻ എന്റെ ജോലിനെ കുറിച്ച് ആലോചിച്ചതാണ്. ഭയങ്കര പ്രശ്നം അവിടെ നിൽക്കാൻ. ഇപ്പോ എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. പുതിയൊരു MD വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ എവിടെയില്ലാത്ത കുഴപ്പക്കാരൻ. അതങ്ങോട്ട് ഒഴിവാക്കിയാലോ എന്ന് വിചാരിക്കുക. ഒഴിവാക്കാനോ? എനിക്ക് ജോലി കിട്ടിയുള്ളൂ, അപ്പോഴത്തേക്ക് നിങ്ങൾ ജോലി വിടാൻ നിൽക്ക? നല്ല കാര്യായി. വെറുതെ തമാശ പറയല്ലേ. എന്തായാലും ഇപ്പൊ 1 മാസം സമയം വേണം. അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കയറാൻ നോക്കണം. തൽക്കാലം നിന്റെ ജോലി ഉണ്ടല്ലോ, അതന്നെ, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ഇനി മുതൽ ജോലിക്ക് പോകുന്നില്ല എന്ന്? ഞാൻ തീരുമാനിച്ചു. നാളെ ചെന്ന് റെസിഗ്നേഷൻ കൊടുക്കണം. ഇപ്പൊ നീ വിഷമിക്കണ്ടെന്നും വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നിന്നോട് അടുത്ത് പ്രശ്നങ്ങളൊന്നും പറയാണ്ടിരുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ നീ പണ്ടേനോട് പറഞ്ഞിട്ടാണ് അവിടുന്ന് റിസൈൻ ചെയ്യാൻ. ഇത് മാത്രമല്ലല്ലോ കമ്പനി. പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? വേറെ ഇഷ്ടംപോലെ കമ്പനി ഇല്ലേ, നോക്കട്ടെ. അമ്മ ഇന്നെന്താ കറി? ഇന്ന് വെള്ളരി മോരൊഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ അമ്മ എണ്ണം പച്ചക്കറി? ഇന്ന് മന്തി ഓർഡർ ചെയ്യും. പിന്നെ മന്തി കഴിക്കാൻ തന്നെ കുറവേ ഉള്ളൂ. തൽക്കാലേ ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് അത് കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മതി. മന്തി വേണമെന്ന്. അച്ഛൻ ജോലിക്ക് പോകുന്നില്ല, വെറുതെ ഇരിക്കുക. അമ്മ മാത്രം പണിയെടുക്കുന്നേ. ആ ബോധം ഉണ്ടാവണം. അമ്മയ്ക്ക് ജോലി കിട്ടിയ ശേഷം അമ്മ ഒന്നും വാങ്ങി തരില്ല. അച്ഛക്ക് ജോലി ഉണ്ടാവുന്ന സമയത്ത് അച്ഛൻ എല്ലാം വാങ്ങി തരാറുണ്ട്. ഒരാള് ജോലിക്ക് പോയിട്ട് ഇവിടെ മല മറിക്കാൻ പറ്റും. ഈ പിള്ളേർക്ക് എന്താ എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തത്? നീ ഒരു മോനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവന് വേണ്ടത് വാങ്ങിക്കൊടുത്താ പോരെ? അതിന് നിങ്ങൾ മാസം ഇവിടെ ശമ്പളം കൊണ്ട് തരുന്നുണ്ടോ? ഈ വേണ്ടത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്? ജോലിക്ക് പോയിട്ട് എത്രയെന്നാ വിചാരിച്ചിരിക്കണേ? 1 മാസം കഴിഞ്ഞു. ഈ ഇന്റർവ്യൂന്ന് പറഞ്ഞ് പോണതൊന്നും വെറുതെ അല്ല. ഞാൻ അങ്ങോട്ട് പൈസ തന്നിട്ടാ. അത് മറക്കണ്ട. തൽക്കാലം ഇല്ലായ്മയും ഒക്കെ അറിഞ്ഞ് വളർന്നാ മതി പിള്ളേര്. ഇത്രയും കാലം ഞാൻ ജോലി ഉണ്ടാക്കിയ പൈസ നിന്റെ തന്നെ കൊണ്ടു തന്നത്. ഈ 1 മാസം ആകുമ്പോഴത്തേനും അത് മൊത്തം കണ്ട് തീർന്നു. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല നിന്റെ കയ്യിൽ. നിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വാങ്ങിക്കൊടുക്കണ്ട. ഞാൻ തന്ന പൈസ ഇല്ലേ, അതൊന്നും എടുത്തിട്ട് വാങ്ങിക്കൊടുത്താൽ മതി. ഇനി ഏത് പൈസ? എനിക്കറിഞ്ഞോ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ജോലിയും പോയി ഓട്ടക്കൈയോടെ വന്ന് നിൽക്കുന്നു? അന്ന് തന്നൊക്കെ അന്ന് തന്നെ തീർന്നു. ഇനി ആകെ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളതേ അവിടെ തന്നെ ഇരുന്നോട്ടെ. തൽക്കാലം മന്തി ഒന്നും ഇവിടെ ആരും കഴിക്കണ്ട. എന്നിട്ട് വേണം ഇനി മന്തി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ച എന്റെ പുറകെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അത് വേണ്ട. നീ എന്താണ് ഇങ്ങനെ മാറിപ്പോയത്? ഞാനേ ജോലി ചെയ്യാൻ മടിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കുകയല്ല. അവിടെ അത്രയും പ്രശ്നമുള്ളതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. എനിക്കിപ്പോ ഒരു 1-2 ആഴ്ചയിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ കിട്ടും, അവിടെ ഞാൻ കയറും. ആർക്കറിയാം 1-2 ആഴ്ചയുള്ളിൽ കയറുന്നു? 1 മാസത്തിനുള്ളിൽ കയറുന്നു കണ്ടിപ്പോ 1 മാസം 2 ദിവസം കഴിഞ്ഞു. ദൈവത്തിനറിയാം ജോലി കിട്ടുമോ ഇല്ലെന്നുള്ളത്. തിരക്കിട്ടങ്ങ് റിസൈൻ ചെയ്തു. കിട്ടാൻ എളുപ്പമല്ല. എന്തൊരു പ്രശ്നം. അതെ, നമുക്കൊന്ന് കുഴിമന്തി ഓർഡർ ചെയ്താലോ? വല്ലാത്ത ചൂട് കാരണം അടുക്കളയിൽ കയറി പണിയെടുക്കാൻ തോന്നുന്നില്ല.
ഇന്നലെ ചിക്കൻ ബിരിയാണി കഴിച്ചത്, ഇന്നിനി മന്തിയും കൂടെ ഓർഡർ ചെയ്യണം. എടി ചൂടത്തെങ്ങനെ ഇതൊക്കെ കഴിക്കുക? അതൊക്കെ കഴിക്കാൻ പറ്റും, കുറച്ച് റെസ്റ്റ് വേണം, അതുകൊണ്ട് പറഞ്ഞു. ആ അപ്പൊ അതാണ് കാരണം, അല്ലാണ്ട് ചൂടല്ല. നിനക്ക് കുഴിമന്തി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഓർഡർ ചെയ്തോ. ആ എന്നാ ഞാൻ മോൻ എന്താ വേണ്ടത് ചോദിക്കട്ടെ. ഹേവക്കുട്ടാ, കളിക്കാ തോന്നുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തോ. ശരി, നിങ്ങൾക്ക് 2 വെള്ളയപ്പം, അത് മതി. ചായ എടുക്കണം ഞാൻ? ചായ ഒന്നും വേണ്ട, ഈ ചൂടത്തെ ഇതൊരു വെയിലാന്നറിയോ പുറത്ത്. നന്നായിട്ട് ക്ഷീണിച്ചു അല്ലേ? പിന്നെ ക്ഷീണിക്കില്ലേ, രാവിലെ മുതൽ വെറുതെ ഇരുന്നിട്ട് വരുന്നല്ലോ, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വരുന്നതല്ലേ. അവിടെയാണെങ്കിൽ ഫാനും മര്യാദയ്ക്ക് കറങ്ങുന്നില്ല. അല്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയില്ലേ? ഇന്റർവ്യൂവിനൊക്കെ പോയി. അതെന്താ നിങ്ങൾ ഒരുമാതിരി തണുപ്പം പട്ടിട്ട് പറയുന്നേ? ഇതും കിട്ടില്ലേ? അങ്ങനെ ചോദിച്ചപ്പോ എങ്ങനെയാ പറയാ? ഞാൻ എന്തായാലും നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കിട്ടോ കിട്ടില്ല എന്നുള്ള കാര്യമല്ലേ, അത് ദൈവത്തിന് അറിയാം. നോക്കാം എന്തായാലും. ആ ഇതും പറഞ്ഞെങ്കിൽ ഇരുന്നാ മതി. വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണല്ലോ പൈസയും മുടക്കിയിട്ട്, കിട്ടുന്ന ഒരു വിശ്വാസം ഇല്ല. ഇതിനേക്കാൾ നല്ല നിങ്ങൾ വീട്ടിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു പ്രതീക്ഷയാണ്, നിങ്ങൾ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ജോലിക്ക് പോകണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ പണിയെടുക്കാൻ, അത് മതി. ഈ പാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ല? ഇല്ല, കഴുകിയില്ല. ഓ, ഈ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് പോയതാ, അത് അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതെങ്കിലും ഒന്ന് ചെയ്തുകൂടായിരുന്നോ? പഴമൊക്കെ അവിടെ തന്നെ കിടക്കും. ഇതെല്ലാം ഇവിടെ കൂടി പോകുന്നതിന്റെയാ. ഞാൻ ഒരുത്തി ഉണ്ടല്ലോ, ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സിങ്കില് മുഴുവൻ പാത്രങ്ങൾ. നിനക്കെന്താ ഇത്ര ദേഷ്യം? നീ എന്താ വിചാരിച്ചേ ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നോ? ഞാനിന്ന് 3-4 സ്ഥലത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാ വന്നേ. ഇന്റർവ്യൂവിനല്ലേ പോയത്, അല്ലാണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വരണമെന്നല്ലല്ലോ. പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര സമാധാനമായിരുന്നു. വേറെ ഒരു പണി ഇല്ലല്ലോ, ഈ പണിയെങ്കിലും നിങ്ങൾക്ക് മര്യാദയ്ക്കൊന്ന് ചെയ്തൂടെ? അത് ശരി, അപ്പൊ ഞാൻ ജോലിക്ക് പോവാത്തതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കൊള്ളാം. അല്ല, എനിക്ക് ജോലി ഇല്ലാണ്ടായിട്ട് എത്ര മാസമായിപ്പോ? എത്ര മാസമായെന്ന് എന്തിനാ എന്നോട് ചോദിക്കുന്നത്? 1.5 മാസം കഴിഞ്ഞു, ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. 1.5 മാസല്ലേ? നീ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? 5 മാസമായി ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. 5 മാസം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടോ? 8 വർഷം. ഈ 8 വർഷത്തിനുള്ളിലേ നിനക്ക് ആദ്യമായിട്ടല്ലേ ജോലി കിട്ടുന്നത്? ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നീ വരും, എന്റെ അക്കൗണ്ടിലത്തെ പൈസ നീ ആയിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ പൈസ എടുത്ത് പറയും, ഏട്ടാ ഞാൻ അതിന് പൈസ എടുത്തു, ഇതിന് പൈസ എടുത്തു. ഞാനൊരു അക്ഷരം നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നീ എടുത്തോട്ടെ, നിന്റെ കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ പോകാറുണ്ടായിരുന്നത്. അതെന്തിനാണെന്നറിയോ? നിനക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അന്ന് നീ വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് തിന്നോണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ പോലെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇൻസൾട്ട് ചെയ്തിട്ട് ഇപ്പൊ നീ എന്നോട് ചെയ്യുന്ന പോലെ. എനിക്ക് ജോലി ഇല്ലാണ്ടായിട്ട് ആ കൂടെ 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതവിടെ അത്രയും കഷ്ടപ്പാടായതുകൊണ്ട് മാത്രം ഞാൻ ജോലി ഒഴിവാക്കിയത്. അതോർത്ത് ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കല്ല, വേറെ കമ്പനികളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി പോയി നോക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നിനക്ക് കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടോ? ഇതിപ്പോ നേരെ മറിച്ച് എനിക്ക് വയ്യാണ്ടോ എന്തെങ്കിലും ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഞാൻ വീട്ടിലിരിക്കുക. അപ്പൊ നിന്റെ സാലറി കൊണ്ടാണ് ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും? ഞാൻ ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഭയങ്കര വിലയും സ്നേഹവും എല്ലാം ഉണ്ട്. ഇപ്പൊ നീ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്കും നിനക്ക് ഞാനൊന്നും ഒന്നുമല്ല. ദൈവമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടാക്കി തന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് നിന്റെ ഈ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാണ്ടായത് എന്താണെന്ന് അറിയാം. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മുഴുവൻ നിന്നെ വിശ്വസിച്ച് നിന്റെ കയ്യിൽ തന്നോണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇനി കുടുംബത്തിൽ ഒരു വിലയില്ലാണ്ടായി. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? കുറച്ചു ദിവസം മുമ്പേ ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി.
അത് പറയാനുള്ള സന്തോഷത്തിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങോട്ട് കയറി ഇങ്ങനത്തെ ഒരു മനസ്സുമായിട്ട്. നല്ല ഭാര്യ. എന്തായാലും നീ എന്റെ ജീവിതത്തിൽ വലിയൊരു പാഠം പഠിപ്പിച്ചു. ഈ കുടുംബം കുടുംബം എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുമ്പോഴേ സ്വന്തം ജീവിക്കാൻ മറന്നു. അവസാനം ഒന്നും കയ്യില്ലാണ്ടാവുമ്പോഴേ പട്ടീന്റെ വില പോലും ഉണ്ടാവില്ല സ്വന്തം ഭാര്യന് മുന്നിലാണെങ്കിൽ പോലും.